ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നലെ പുറത്ത് പോയിട്ട് കുറേ സാധനങ്ങളെല്ലാം വാങ്ങുന്ന കൂട്ടത്തിൽ നല്ല പഴുത്ത മാംഗോ കണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് മാംഗോ വാങ്ങിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാലോ. അപ്പോൾ മാംഗോനെ കൊണ്ട് എന്തെങ്ങനെ ഉണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണല്ലോ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടും കൂടിയാണ് മാംഗോ. അപ്പോൾ ഞാനിത് ഇന്ന് മാംഗോ ചീസ് കേക്കാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ്. നിങ്ങൾക്കത് ഇഷ്ടമുള്ള ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. ഇനിയിപ്പോൾ അതാ ബിസ്ക്കറ്റെല്ലാം ഒരു മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചുകൊണ്ട് വരണം. ഇപ്പോൾ ഇതാ ബിസ്ക്കറ്റെല്ലാം പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാനൊരു 3.5 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇതാണ് ആ ഒരു ചീസ് കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ബേസ്. ഇപ്പം ഞാനിതെല്ലാം സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഗ്ലാസ്സിലാണ്. നിങ്ങൾക്കത് വേണമെങ്കിൽ എന്താ പറയുക, പുഡിംഗ് ഡിഷിലോ ഏതെങ്കിലും ട്രേയിലോ അങ്ങനെ വലിയ പാത്രത്തിലെല്ലാം വേണമെങ്കിൽ സെറ്റാക്കാം. ഞാനിപ്പോൾ ഇത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഗ്ലാസ്സിൽ സെറ്റാക്കുന്ന. ഇനിയിപ്പോൾ ഇതാ ഈ ബിസ്ക്കറ്റ് ലെയറെല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിനെ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് സ്പൂണാകുമ്പോൾ ശരിക്കും അങ്ങനെ എന്താ പറയുക സെറ്റാകുന്നില്ലേനും. അതുകൊണ്ട് ഇത് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങളൊന്ന് അമർത്തി ഒരു നല്ലൊരു പെർഫെക്ഷൻ ആക്കിയിട്ട് എടുക്കാം. അതാ ഫസ്റ്റ് ലെയർ കണ്ടോ. എന്നിട്ട് അതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. ഇനിയിപ്പോൾ ഞാനിതാ ഇതിൽ കൂടി സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയെല്ലാം നമ്മൾ കാണാനൊരു മൊഞ്ചുണ്ടോ ഫോട്ടോ എടുത്ത് അതിന് വേണ്ടിയിട്ട് ഒരു 3 ലെയറിലൊരു ഹാർട്ട് ഷേപ്പിലെല്ലാം കാണുമ്പോൾ. അപ്പോൾ ഇതാ ഇതെല്ലാം കൂടി സെറ്റാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതാ വേറൊരു ബൗളിലോട്ട് 2 പാക്കറ്റ് ഡ്രീം വിപ്പും ഒരു 1/4 കപ്പ് പാലും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്രീം ചീസ് ഇട്ട് കൊടുക്കണം. ഞാനിതാ ഫിലാഡൽഫിയൻ്റെ ക്രീം ചീസാണ് വാങ്ങിയിട്ടുള്ളത്. അത് ഫുള്ളായിട്ട് ഇതിലിട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ആ ഒരു ക്രീമെല്ലാം ഒന്ന് സോഫ്റ്റായിട്ട് വരുന്ന വരെ. ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടാലും മതി, മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ. ഇനിയിപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാംഗോ പൾപ്പുണ്ടല്ലോ, മാംഗോ ഒന്ന് അരച്ചിട്ട് ഇതിൽ കുറച്ച് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ വിചാരിച്ചൊരു പ്യോർ വൈറ്റ് ആയിട്ട് തന്നെ ഇരുന്നോട്ടെ. മാംഗോൻ്റെ പൾപ്പ് എന്തായാലും നമ്മൾ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യുമല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് ഇതിൽ മിക്സ് ചെയ്യാം. ഇതായത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എല്ലാം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. അങ്ങനെ സെക്കൻഡ് ലെയറും നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സെറ്റായി കിടക്കുന്ന ബിസ്ക്കറ്റിൻ്റെ മേലേക്ക് ക്രീം ഒഴിച്ച് കൊടുക്കണം. നിങ്ങൾക്കിത് വേണമെങ്കിൽ പൈപ്പിംഗ് ബാഗിലെല്ലാം ആക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നല്ല വൃത്തിക്ക് ഒഴിക്കാനെല്ലാം പറ്റും. ഞാനിപ്പോൾ ഇത് സ്പൂൺ കൊണ്ട് തന്നെ ഇങ്ങനെ ഗ്ലാസിൻ്റെ മറ്റ് സൈഡിലൊന്നും ആവാണ്ട് നന്നായിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാം ഒന്ന് തട്ടി ലെവലാക്കി എന്താ പറയുക ഫ്രിഡ്ജിൽ സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനിയിപ്പോൾ അതും അവിടെ ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് 3 മാംഗോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം. മാംഗോന് കുറച്ച് മധുരം കുറവുള്ളത് കൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട് അടിക്കുമ്പോൾ. അത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് കൊണ്ടുവരാം. മാംഗോ ഇവിടെ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ മിക്സിയിൽ തന്നെ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൽ ഒഴിച്ച് കൊടുക്കാം. ഈ മാംഗോ പൾപ്പ് നല്ല കട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് കുറച്ച് നേരം ആ അടുപ്പത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കണം, ഒരു തിള വരുന്നവരെ. ഇനിയിപ്പോൾ ഇതാ ഈ സമയത്ത് ജെലാറ്റിൻ ഒന്ന് മിക്സ് ആക്കണം. ഞാനിപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളത്തിലൊന്ന് കലക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ മാംഗോയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു തിള വരുന്നവരെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ
നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പം ഇതും അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ സെറ്റായി കിടക്കുന്ന ക്രീമിൻ്റെ മേലെ ഇത് ഒഴിച്ച് കൊടുക്കാം. അത് ആ ക്രീമെല്ലാം നല്ലോണം ഒന്ന് സെറ്റായിട്ടുണ്ട്. അത് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഈ മാംഗോ കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടെല്ലാം ഒന്ന് തട്ടിക്കൊടുത്ത് ലെവലാക്കിയിട്ട് ഇത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. ഇതൊന്ന് സെറ്റായി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ മേലെ മാംഗോൻ്റെ പീസ് തന്നെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനിത് മാംഗോൻ്റെ പീസെല്ലാം വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര ഈസിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.